എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം ഇന്നും നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന പോലെ ഒരു ഹൈ ക്വാളിറ്റി വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. പൊതുവെ നമ്മുടെ നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിക്വയർമെന്റ് ഉള്ള ബ്ലാക്ക് കളറിലുള്ള ഫോർച്യൂണർ, അതും സിഗ്മ 4x4 ഓട്ടോമാറ്റിക് വേരിയന്റിലുള്ള BS6 2021 മാനുഫാക്ചറിങ്, 21 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ വെറും 31,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഫുള്ളി സർവീസ്ഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ നേരിട്ടുള്ള ഇൻസ്പെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു എംബസി വണ്ടിയുടെ വീഡിയോ ഇട്ടപ്പോഴത്തേന് കുറേ അധികം ആൾക്കാർ വന്നിട്ട് അതിൽ കമൻറ്റ് ചെയ്തു, ഇത്രയും കിലോമീറ്റർ ഓടിയ വണ്ടിയൊന്നും കിട്ടത്തില്ല, ഇത്രയും ക്വാളിറ്റിയിൽ കിട്ടത്തില്ല. ചിലപ്പോൾ അവരെന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടോ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കും. അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ഞാൻ കൊടുക്കുന്ന വണ്ടി എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ആളുകൾക്കറിയാം വണ്ടി എങ്ങനെയുള്ള വണ്ടിയാണ് ഞാൻ കൊടുക്കുന്നത്, ഏത് ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. നമ്മൾ പറയുന്നതിന് ഒരു അണുവീട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ടല്ലോ. വണ്ടിയിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് ഉണ്ടോ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സർവീസ് റെക്കോർഡ്സ് ഉൾപ്പെടെ നമ്മൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത്, അവർക്ക് ഇപ്പം നിങ്ങൾ എൻ്റെ നിന്ന് വണ്ടി എടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് നേരിട്ട് വരാം. നമ്മൾ ഈ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അനിയത്തിയെ കാണിച്ച് ചേടിത്തിയെ കെട്ടിക്കുക, അങ്ങനത്തെ പരിപാടി നമ്മുടെ കയ്യിൽ ഇല്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ കുരു പൊട്ടിയിട്ട് കമൻ്റ് ഇടുന്നത്. അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. അതുപോലെ നിങ്ങൾക്ക് നേരിട്ട് വരാം. നിങ്ങൾക്കറിയാമോ, ഡൽഹിയിൽ ഒരു 90% നിങ്ങൾ വിളിച്ച് സംസാരിച്ച് നോക്കിക്കോ, നിങ്ങളെ ഒരിക്കലും വണ്ടി ഉള്ളിടത്ത് കൊണ്ട് വണ്ടി കാണിക്കത്തില്ല. നിങ്ങൾ എന്നോട് വണ്ടി എടുക്ക്, നിങ്ങളെ വണ്ടി കിടക്കുന്നിടത്ത് കൊണ്ടുപോയി കാണിക്കും. ഞാൻ എൻ്റെ അക്കൗണ്ട് ത്രൂവിൽ പേയ്മെൻറ്റും വാങ്ങാറില്ല. ഞാൻ നിങ്ങളെ കൊണ്ട് ഡയറക്റ്റാണ് പേയ്മെൻറ്റ് ചെയ്യിക്കുന്നത്. അല്ലാതെ എൻ്റെ അക്കൗണ്ടിൽ മേടിച്ചിട്ട് ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് വണ്ടി കയറ്റി വിടുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് എൻ്റെ നിന്ന് വണ്ടി എടുത്തവർക്കും എടുക്കാനിരിക്കുന്നവർക്കും ഒക്കെ നല്ലതായിട്ട് അറിയാം. ഇത് പറഞ്ഞു പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യം തന്നെ പറയുന്നത്, ഈ കമൻ്റ് ഇടുന്ന ചേട്ടന്മാർ അവിടെ ഇരുന്ന് കുരു പൊട്ടത്തേ ഉള്ളൂ. നമ്മൾ ഇതുകൊണ്ടൊന്നും പുറകോട്ട് പോകുന്ന ആൾക്കാരല്ല. നമ്മൾ കൊടുക്കുന്ന സ്ഥാനത്ത് നമുക്ക് 100% വിശ്വാസമുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ വണ്ടി എങ്ങനെയാണ് ഇൻസ്പെക്ട് ചെയ്യുന്നതെന്ന് ഫുള്ളായിട്ട് നമ്മൾ ഉൾപ്പെടുത്താത്ത വീഡിയോയുടെ ലെങ്ത് ഓൾറെഡി കൂടുതലാണ്. അപ്പോൾ അത് ഒരുപാട് ആക്കണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് ഒന്ന് പെയിൻറ്റ് ചെക്ക് ചെയ്ത് പോവാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല, പെട്ടെന്നൊന്ന് ഓടിച്ച് ചെക്ക് ചെയ്ത് പോവാണ്. നമ്മൾ ഓൾറെഡി ഇത് ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടിയാണ്. അപ്പം ഒരു സ്പീഡിൽ അങ്ങ് നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് ഒന്നിച്ചുള്ള ഡീറ്റെയിൽ പറയാം, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ടൈം ലെങ്ത് ഒരുപാടായി പോകും. അതുകൊണ്ടാണ് നമ്മൾ തരുന്ന വണ്ടിയെല്ലാം ജെന്യൂൻ കണ്ടീഷനിലുള്ള വണ്ടിയാണ്. അതിനകത്ത് യാതൊരു മാറ്റങ്ങളും വരത്തില്ല. വണ്ടി നല്ല രീതിയിൽ അറിയാവുന്ന ആളുകൾക്ക് വണ്ടി കാണുമ്പം തന്നെ, ഒരു വണ്ടിയുടെ ഒരു ഔട്ട്ലുക്ക് കാണുമ്പം തന്നെ വണ്ടിയുടെ ക്വാളിറ്റി എന്നാണെന്നും, വണ്ടിയെ റീപെയിൻ്റ് ഉണ്ടോയെന്നും, അല്ലെങ്കിൽ ഡോർ അടയുന്ന സൗണ്ട് കേട്ടാൽ പോലും ആ ഡോറും അല്ലെ വണ്ടിയുടെ ക്വാളിറ്റി എന്നാന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു സൈഡിലെങ്ങും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. ഇനി ഈ ഒരു സൈഡിലത്തെ മൊത്തത്തിലുള്ള കാര്യം പറയാം. ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഇല്ല. പിന്നെ ഈ ഡോറിലൊക്കെ കുഞ്ഞു കുഞ്ഞു കല്ലടിച്ച പോലത്തെ ചെറിയ ചെറിയ പാടുകളുണ്ട്. അത് ബ്ലാക്ക് ആയതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ എടുത്ത് അറിയുന്നത്. അതുപോലെ യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ ഭാഗങ്ങളിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വിൻഷീൽഡ് തൊട്ട് ഏറ്റവും പുറകിലത്തെ ഗ്ലാസ് വരെയും കമ്പനി ഒറിജിനൽ ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഡോറുകൾ തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. അപ്പോൾ ഈ ഡോറിൻ്റെ ഉൾവശത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് കാണാൻ സാധിക്കും. ഡോർപാടുകളൊക്കെ നല്ല വൃത്തിയിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തെ പഞ്ചിങ് മാർക്കുകൾ നോക്കിയാൽ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാക്ക് ഡോറിലേക്ക് പോകാം. ബാക്ക് ഡോറിലേക്ക് വരുമ്പോൾ തന്നെ ഇതാ ഈ വീലാർച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ടായിരുന്നു, അത് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒന്നും ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയില്ല. പിന്നെ അവർ നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞ് ഈ ഒരു കോർണർ ഭാഗത്തായിട്ട് ചെറിയൊരു റീപെയിൻ്റ് ഇപ്പോൾ ഇവർ വിൽക്കാൻ ഇടുന്നതിന് മുമ്പായിട്ട് ഇവരിവിടെ ഒരു ചെറിയ രീതിയിൽ ടച്ചിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോർ തുറന്ന് ഉൾവശം ഒന്ന് കാണാം. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിങ് നമുക്ക് കാണാം. ഈ ഒരു ഭാഗത്തെ പേസ്റ്റിങ് ഞാൻ എടുത്ത് കാണിക്കുവാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങളോട് ഈ ഒരു കോർണർ ഭാഗത്ത് ശകലം പെയിൻറ്റ് ചെയ്തു എന്ന് പറയുമ്പോഴത്തേന് ഇനി ഇവിടെ വർക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞു കളയും ചില ആൾക്കാർ വന്നിട്ട്. അതുകൊണ്ടാണ് ഇത് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഡോർപാടുകളിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇച്ചിരി സ്പീഡിൽ പറഞ്ഞു പോകുന്ന ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഫോൺ ചൂടായിട്ട് നമുക്കത് കട്ടായി പോകുന്നുണ്ട് വീഡിയോ, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നിന്ന് യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ റീപെയിൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡിക്കിയുടെ ഭാഗത്തേക്ക് വരാം. ഇനി നമുക്ക് ഇവിടുത്തെ പെയിൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്താണ്, ഇവിടെ നിന്ന് യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല.
ഡിക്കിയിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിന്റോ ഡെന്റോ സ്ക്രാച്ചോ ഒന്നും ഇല്ല. അപ്പോൾ ഇനി നമുക്കിത് തുറന്ന് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. ഇതിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഒരു ഷോറൂമിൽ നിന്ന് ഇറക്കി വെച്ചിരിക്കുന്ന കണ്ടീഷനാണ് ഇരിക്കുന്നത്. ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകൾ പേസ്റ്റിംഗ് ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. യാതൊരു വിധത്തിലുള്ള വർക്കുകൾ ഈ ഭാഗങ്ങളിലൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇനി താഴെ വശത്തേക്ക് വരുവാണെങ്കിൽ ഇത് കണ്ടു, ഇവിടെ എങ്ങും ഒരു റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെതാ ഈ ഒരു ഭാഗത്ത് ഇവിടെ അഡീഷണൽ ഒരു സ്പീക്കർ വരുന്നുണ്ട്. JBLൻ്റെ സൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. ട്യൂട്ടറും മിഡ് റേഞ്ച് ഉൾപ്പെടെയുള്ള ഭാഗം 3 സ്പീക്കറുകൾ അല്ലെങ്കിൽ 6 സ്പീക്കർ മൊത്തത്തിൽ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് അടച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത വശത്തേക്ക് പോകാം. റിമോട്ടിൽ ഓപ്പൺ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിപ്പം പെട്ടെന്ന് ചെയ്തു പോകുന്നതുകൊണ്ട് അങ്ങ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇനി ഈ ഒരു സൈഡ് ഞാൻ പെയിൻ്റ് ഒന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്ത് പോവാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫുള്ളായിട്ട് ചെക്ക് ചെയ്താണ്. ഇവിടെ അങ്ങ് യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഞാൻ ഓൾറെഡി ചെക്ക് ചെയ്തതുകൊണ്ടാണ് വീഡിയോയുടെ പർപ്പസിന് വേണ്ടി ഞാൻ ഇച്ചിരി സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഈ ഒരു സെൻറ്റർ തൊട്ട് പുറകിലത്തെ ക്വാർട്ടർ പാനൽ വരെ യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റുകളും വന്നിട്ടില്ല. ഈ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ ചെറിയ കല്ലടിച്ച പോലത്തെ കുഞ്ഞു ഡോട്ടുകൾ ഉണ്ടെന്നുള്ളതല്ലാതെ യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ ഡെൻറ്റോ സ്ക്രാച്ചോ ഒന്നും തന്നെ ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡോറുകൾ തുറന്നൊന്ന് കാണാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോർ തുറന്ന് ഇതിന് ഉൾവശം ഒന്ന് കാണാം. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പില്ലറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഫ്രണ്ട് വശത്തെ ഡോർ നമുക്കൊന്ന് തുറന്ന് കാണാം. ഇതിന് ഉൾവശത്തേക്ക് വരുമ്പോഴത്തേനും ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പേസ്റ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡോറിലെ സ്വിച്ചുകളൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ പില്ലറിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടുത്തെ കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. താഴെ വശത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെയും കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുൻവശത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമ്മൾ ബോണറ്റിലെ പെയിൻറ്റ് ചെക്ക് ചെയ്യുകയാണ്. ബോണറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ ഒന്നും നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല. നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. ഈ ഭാഗങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റും വന്നിട്ടില്ല. നമുക്ക് അഡീഷണൽ ആയിട്ട് ഫെൻഡറിലൊരു മിറർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഹെഡ്ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ക്രാക്കുകളോ ഡാമേജുകളോ ഒന്നുമില്ല. നല്ല ക്ലീൻ പീസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബോണറ്റ് തുറന്ന് എൻജിൻ റൂം ഒന്ന് കാണാം, ബോണറ്റും ഒന്ന് ചെക്ക് ചെയ്യാം. ബോണറ്റിൻ്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇവിടെ ടൊയോട്ടയുടെ പഞ്ചിങ് മാർക്കുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പേസ്റ്റിംഗ് എല്ലാം നല്ല ക്ലീനാണ്. ഈ ഒരു താഴെ വശത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് എൻജിൻ റൂം ഇരിക്കുന്നത്. ഈ ഭാഗത്തെ വയറിംഗ് ഒക്കെ നല്ല പ്രോപ്പർ കണ്ടീഷനിലാണുള്ളത്. ഇത് 2023 നവംബർ മാസത്തിലെ മാനുഫാക്ചറിങ്ങിലുള്ള ആമറോണിൻ്റെ ഒരു ബാറ്ററിയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. വളരെ ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഞാൻ ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈലൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ്റെ ആ സൗണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ഇത്രയും അടുത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരു പുതിയ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെയാണ് ഈ വാഹനം ഉള്ളത്. 4x4 ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ, ടയർ എനിക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ അണ്ടർ ബോഡി ഞാൻ ഇപ്രാവശ്യം കാണിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുവാണെങ്കിൽ കമ്പനി ഒറിജിനൽ ലെതർ സീറ്റുകളാണ് വന്നിരിക്കുന്നത്, ബ്ലാക്ക് കളറിൽ. ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. ഡോർപാടുകളൊക്കെ ഞാൻ കാണിച്ചതാണ്. സെൻട്രൽ കൺസോളിലോ ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഭാഗത്തൊന്നും യാതൊരു വിധത്തിലുള്ള ചെളി അഴുക്കോ പൊടിയോ ഡാമേജോ ഒന്നുമില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് JBLൻ്റെ സ്പീക്കേഴ്സ് കാണാം. ഇതൊരു ട്യൂട്ടർ, ഇവിടെ വരുന്ന ഒരു മിഡ് റേഞ്ച്, താഴെ നമുക്ക് ഒരു 5 ആക്സിൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. JBLൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോഴത്തേന് സ്റ്റിയറിങ്ങിനൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. ഈ മേളുവശത്ത് നോർമലി ഫോർച്യൂണറിലും ക്രിസ്റ്റലും വരുന്ന ഒരു ചെറിയ ക്രാക്ക് മാത്രം ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഫ്രണ്ട് വശത്തെ ഈ ഒരു സൈഡിലത്തെ സീറ്റ് ഞാൻ കാണിക്കാം. ഈ സീറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഇരുന്നിരുന്ന ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ് രണ്ടും. അതുകൂടാതെ 2 സീറ്റുകളും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ സ്വിച്ചുകളാണ് ഈ കാണുന്നത്.
നമ്മൾ ഇതിൻ്റെ പുറകിലത്തെ നിര സീറ്റുകളിലേക്ക് വരുവാണെങ്കിൽ പുറകിലത്തെ നിര സീറ്റുകളും വളരെ മനോഹരമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള ക്രാക്കോ കാര്യങ്ങളോ ഒന്നും വീണ് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഏറ്റവും പുറകിലത്തെ നിര സീറ്റുകളും നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. റൂഫിൻ്റെ ഭാഗത്തേക്ക് വരുന്ന റൂഫിലൊന്നും യാതൊരു വിധത്തിലുള്ള ചെളിയോ അഴുക്കോ പൊടിയോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ടയറിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഗുഡിയറിൻ്റെ പുതിയ ടയറുകളാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇയർ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 27ാമത്തെ മാസം 2024 മാനുഫാക്ചറിങ്ങിലുള്ള ടയറാണ്. അതുപോലെ നിങ്ങൾക്ക് കുറേയൊക്കെ ഇതിൻ്റെ അണ്ടർബോഡിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുക. അണ്ടർബോഡിയൊക്കെ എത്ര ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. മുൻവശത്തെയും അകവശമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ ഒന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളോ തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഈ ഭാഗങ്ങളും ഒക്കെ വന്നിട്ടുള്ളത്. ഫ്രണ്ട് റൈറ്റ് സൈഡാണ് കാണിക്കുന്നത്. ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും വന്നിട്ടില്ല. നോക്കൂ, ഇവിടെ റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷോക്ക് കാര്യങ്ങളോ എല്ലാം നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പിനിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പിനിയാണ് ഇതിൽ വന്നിട്ടുള്ളത്. സെക്കൻഡ് കീയും നമുക്ക് ഇതിന് അവൈലബിൾ ആണ്, അതും അൺയൂസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് അണ്ടർബോഡി മാക്സിമം എനിക്ക് കവർ ചെയ്യാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അണ്ടർബോഡിയുടെ ഒക്കെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് എത്ര നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ് എന്നുള്ളത്. അപ്പം നമ്മുടെ വണ്ടിയുടെ വാക്ക് അറൗണ്ട് വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കമൻ്റ് ഇട്ട് നെഗറ്റീവ് അടിക്കുന്ന ചേട്ടന്മാരോടാണ് പറയുന്നത്, ചേട്ടാ നമുക്ക് ഇവിടെ വണ്ടികൾ എങ്ങനെ വിൽക്കുന്നെന്നുള്ളത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നല്ലതായിട്ടറിയാം. അതുകൊണ്ട് എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യേണ്ടതെന്ന് നല്ല വ്യക്തമായ ധാരണയോടെയാണ് നിൽക്കുന്നത്. ഡിക്കി റീപ്ലേസും ബോണറ്റ് റീപ്ലേസും ഒക്കെ ഉള്ള വണ്ടികൾ അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചും കിലോമീറ്റർ തിരിച്ച വണ്ടികളും അത് മറച്ചു വെച്ചും ആക്ച്വലി ചോദിക്കുന്ന റേറ്റിനെക്കാട്ടിലും 1-2 ലക്ഷം രൂപ കൂടുതൽ പറഞ്ഞിട്ട് അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് വണ്ടി കച്ചവടം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എൻ്റെ പേയ്മെൻറ്റ് സിസ്റ്റം വരെ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. നിങ്ങൾ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട, ഡയറക്റ്റ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. വണ്ടി എവിടെയാണോ ഉള്ളത് അവിടെ ഞാൻ വണ്ടി കൊണ്ട് കാണിക്കും. അല്ലാതെ ഏതെങ്കിലും മെട്രോ സ്റ്റേഷൻ്റെ കീഴിലോ പാലത്തിൻ്റെ അടിയിലോ വഴി സൈഡിലോ കൊണ്ടുപോയി വണ്ടി കാണിച്ച് വണ്ടി വിൽക്കുന്ന പരിപാടി എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ട് നേരിട്ട് ഡൽഹിക്ക് കയറി വരാം. ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾക്ക് വണ്ടി എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഹൈ ക്വാളിറ്റി വാഹനം മറ്റിടനിലക്കാരില്ലാതെ മറ്റ് ബൈ റൂട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു വാഹനം ഡൽഹിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണൽ യൂസിന്, ഞാനത് എടുത്ത് പറയുവാണ്, നമ്മൾ കച്ചവടക്കാർക്ക് വണ്ടി എടുത്ത് കൊടുക്കുന്നില്ല. അങ്ങനെയുള്ള വണ്ടികൾ എൻ്റെ കയ്യിൽ വരാറുമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി വെക്കുക. നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വരുന്ന എല്ലാ ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് ആദ്യം നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിലാണ് വരിക. ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ അംഗങ്ങളാകാൻ താല്പര്യമുള്ളവർ ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകുക. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാം. 2021 മാനുഫാക്ചറിങ്, 21 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പിൽ 31,000 കിലോമീറ്റർ വിത്ത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത സിഗ്മ 4x4 ഓട്ടോമാറ്റിക് വേരിയൻറ്റിലുള്ള വാഹനമാണ്. അപ്പം ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 35,50,000 രൂപയാണ്. അത് ഓൺ ടേബിളിൽ എന്തെങ്കിലും ചെറിയ നെഗോഷിയേഷൻസ് ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ വാഹനത്തിൻ്റെ സെക്കൻഡ് കീ അൺയൂസ്ഡ് ആണ്, അത് അവൈലബിൾ ആണ്. അതുപോലെ സ്റ്റെപ്പിനി അൺയൂസ്ഡ് ആണ്. ഇതിൻ്റെ ഫുൾ കവർ ഇൻഷുറൻസ് നെക്സ്റ്റ് ഇയർ 2027 മെയ് വരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഫുൾ കവർ ഇൻഷുറൻസും ഈ വാഹനത്തിന് അവൈലബിൾ ആണ്. അതുപോലെ ബ്രാൻഡ് ന്യൂ ഗുഡിയറിൻ്റെ 4 പുതിയ ടയറുകൾ ഈ വാഹനത്തിൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന കോട്ടയം കാർസിൻ്റെ നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെപ്പറ്റി അവരോടൊന്ന് പറയുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം ഇതിലും കിടിലിനൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.